പ്രേമ, ഈ പാകിസ്ഥാനില് ആഭ്യന്തര കലാപം അതിരൂക്ഷമാണെന്ന് കേൾക്കുന്നുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു. ഇപ്പൊ കേൾക്കുന്നത് ബലൂചിസ്ഥാൻ അവർ സ്വതന്ത്ര രാഷ്ട്രമാകുന്നു, പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയതായി പറയുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം, ഒരു രാജ്യം അങ്ങനെ പ്രഖ്യാപനം നടത്തി അങ്ങ് സ്വതന്ത്ര രാഷ്ട്രമൊക്കെ ആകാൻ പറ്റും? ഒരു രാജ്യത്തിനകത്ത് കേവലം ഒരു സംസ്ഥാനമാണ് ഇതുവരെ. എന്താണ് നടപടിക്രമങ്ങളൊക്കെ വേറെ ഉണ്ട്? ഇപ്പോൾ ഈ വന്ന വാർത്തയിൽ എത്രമാത്രം ആധികാരികത ഉണ്ട് എന്നുള്ളത് ആദ്യം പരിശോധിക്കും. വാർത്തയുണ്ട് വന്നേക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്താവനയിൽ അവർ അവകാശപ്പെടുന്നത്, ഞങ്ങൾ സ്വന്തമായിട്ട് രാജ്യം രൂപീകരിച്ചു, ഞങ്ങൾക്ക് പുതിയ ഭരണകൂടം നിലവിൽ വന്നു, ഞങ്ങൾക്ക് പുതിയ ദേശീയ പതാകയുണ്ട്, ദേശീയ ഗാനം വന്നു, ഞങ്ങളുടേതായ കറൻസി, അതിൻ്റെ കറൻസിയുടെ പേര് ബലൂജി ഫലൂസ് എന്നാണ് അവരുടെ കറൻസി. ഇത്രയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നത്, ഞങ്ങൾ ഈ വംശീയമായ പ്രശ്നമാണല്ലോ, രണ്ട് വംശങ്ങൾ, ഈ ബലൂജ് വംശവും മറ്റുള്ളവരും. അപ്പോൾ അതിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിലുള്ള ബലൂജ് വംശജരായിട്ടുള്ള അല്ലെങ്കിൽ പഷ്തൂൺകാരായിട്ടുള്ളവർ മുഴുവൻ രാജിവെച്ച് ഞങ്ങളുടെ സൈന്യത്തിനൊപ്പം ചേർന്നു. ഈ വർഷ അവസാനത്തോടു കൂടി പാകിസ്ഥാൻ സൈന്യത്തെ ബലൂചിസ്ഥാനിൽ നിന്നും മുഴുവനായിട്ട് പുറന്തള്ളും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ രാജ്യമായിട്ട് നിലകൊള്ളും. ഞങ്ങളുടെ അയൽ രാജ്യവുമായിട്ട്, അതായത് പാകിസ്ഥാനുമായിട്ട് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചതായിട്ട്, അല്ലെങ്കിൽ ആ വാർത്തയോട് പാകിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിനെ അനുകൂലമായോ പ്രതികൂലമായോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളും ഈ കാര്യത്തിൽ പ്രതികരണം പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹമുണ്ടല്ലോ, ഇപ്പോൾ അമേരിക്കയോ ഐക്യരാഷ്ട്രസഭയോ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരും ഈ കാര്യത്തിൽ യാതൊരു പ്രസ്താവനയോ പ്രതികരണമോ നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് കേവലമായ ഒരു വാർത്ത എന്നതിനപ്പുറം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരണമില്ല. അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഒരു വിഘടനവാദം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവർ വേർപെട്ടു പോകണം എന്നുള്ളൊരു വാദം കുറേ നാളായിട്ടുണ്ട്. കുറേ നാളായിട്ടല്ല, കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നിസ്സാരമായൊരു വാർത്ത മാത്രമായിട്ട് തള്ളിക്കളയാനും പറ്റത്തില്ല, കൊള്ളാനും തള്ളാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വരുന്നവരെ നമുക്ക് അതിൽ ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. ഇനി എന്താണ് ഈ ബലൂചിസ്ഥാൻ എന്ന് കൂടി പറഞ്ഞു വെക്കണം. കാരണം ഇതെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലമാണ്. വിശാല ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇതെല്ലാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോഴാണ് ഇത് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയത്തും ഈ ബ്രിട്ടീഷുകാർ അന്ന് സ്വയം നിർണയ അവകാശം കൊടുത്തിരുന്നല്ലോ, നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രത്തോടൊപ്പം ചേരാം, ഒന്നെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിനോടൊപ്പം ചേരാം എന്ന് പറഞ്ഞപ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ മേഖല, അത് കലാത്ത് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ആയിരുന്നു ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അവർ എടുത്ത തീരുമാനം ഞങ്ങൾ പാകിസ്ഥാനൊപ്പം ചേരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പം 48 പാകിസ്ഥാൻ സൈന്യം ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തി ഇത് പാകിസ്ഥാൻ്റെ ഒപ്പം ചേർത്തത്. അപ്പം അന്നു മുതൽ ഇന്ന് വരെ ഇവർ തമ്മിലുള്ള സംഘർഷമുണ്ട്. പിന്നെ മറ്റ് പല കാരണങ്ങളുമുണ്ട്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല മൊത്തം പാകിസ്ഥാൻ്റെ 44% വരുന്ന പ്രദേശമാണ്. അത്ര വിശാലമാണ്. പക്ഷേ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യയുടെ 6% മാത്രമേ പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ മൊത്തം 6% മാത്രമേ ബലൂചിസ്ഥാനിലുള്ളൂ. അപ്പം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മനുഷ്യവാസം സാധ്യമാകാത്ത തരത്തിൽ വളരെ പ്രതികൂലമായ സാഹചര്യമാണ് ആ മേഖലയിലുള്ളത്. അതിഭീകരമായ ചൂടും അതിഭീകരമായ തണുപ്പും മലകളും കുന്നുകളും ഒക്കെയാണ് കൂടുതലും. അപ്പോൾ അവിടെ സാധാരണഗതിയിലുള്ള മനുഷ്യവാസം സാധ്യമല്ല. ഇനി അവിടെ ഉള്ളവർ തന്നെ ഉപജീവനം തേടി ഒന്നെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മറ്റു മേഖലകളിലോട്ടോ വരികയാണ്. അപ്പോൾ അവിടെ ഉള്ളവരുടെ എണ്ണം വളരെ തുച്ഛമാണ്. പിന്നെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു സ്ഥലമാണ്. അവിടെ എണ്ണ നിക്ഷേപമുണ്ട്, പ്രകൃതിവാതക നിക്ഷേപമുണ്ട്, ധാതുക്കളുണ്ട്, കൽക്കരി നിക്ഷേപമുണ്ട്. പിന്നെ അമൂല്യമായ ധാതു സമ്പത്തുകൾ. ഇപ്പോൾ ട്രംപിന്റെ കമ്പനി അടക്കം അവിടെ നോട്ടമിട്ടേക്കുന്ന ആ ഒരു മണ്ണ് കൊണ്ടുപോയി പാകിസ്ഥാന്റെ. അതെ. അപ്പോൾ ഈ മേഖലയിൽ വലിയ കുടിവെള്ളക്ഷാമവും എല്ലാം ഉണ്ട്. ഒരു സാധാരണഗതിയിലുള്ള ജനജീവിതം ദുസ്സഹമാണ്. പക്ഷെ അവിടെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നവുമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം കൂടി ഖനനം ചെയ്തെടുത്തുകൊണ്ട് പോയി
പാകിസ്ഥാനിലെ മറ്റു ഉള്ള മേഖലകൾ സമ്പന്നമാകുന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. അല്ല, ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇവിടെ ധാതുക്കളുണ്ടെന്ന് അതെ വീരവാദം അതെ, പ്രത്യേകിച്ച് ഈ പഞ്ചാബ് പ്രവിശ്യ അവിടെ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മേഖലയാണ്. അവർക്ക് മറ്റും ആക്ഷേപമുണ്ട്. ഞങ്ങൾ ഈ ബലൂജുകൾക്ക് പാകിസ്ഥാനിൽ ഭരണപരമായോ സൈനികപരമായിട്ടോ ഞങ്ങളുടെ പ്രാതിനിധ്യമില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ ജനസംഖ്യ വളരെ കുറവാണ്. പിന്നെ അവർക്ക് ഈ രാഷ്ട്രീയത്തിലൊക്കെ വളരെ അവരുടെ പ്രാതിനിധ്യം കുറവായതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സംവിധാനങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബലൂച്ച് എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ നിവാസികൾ. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് 2000 കൂടി ഈ അസ്വാരസ്യങ്ങൾ സായുധ രൂപത്തിലോട്ട് വന്നു. അങ്ങനെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇപ്പോൾ അവരുടെ വിഘടനവാദി നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് മിർയാർ ബലൂച്ച്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുഴുവൻ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടക്കമൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ബലൂച്ച് എന്ന് പറയുന്ന മേഖല വളരെ തന്ത്രപരമാണ്. കാരണം ഇത് ഇറാനുമായിട്ടും അഫ്ഗാനുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗം അറബിക്കടലുമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള ആൾക്കാർക്ക് ഈ ബലൂച്ച് വളരെ നിർണായകമാണ്. കാരണം ഇറാനിൽ നമ്മൾ അവിടെ നമ്മുടെ ഒരു തുറമുഖം നമ്മൾ സജ്ജമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ പറയുന്ന മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനവും വളരെ കൂടുതലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അവിടെ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ ആക്ഷേപം. അപ്പോൾ ഇവിടെ ഇന്ത്യ പോലും ഇക്കാര്യത്തിൽ ഇങ്ങനെ അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടും ഇന്ത്യ പോലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താത്തതിൻ്റെ കാരണം അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ നമ്മൾ അഭിപ്രായം പറയാത്തതുകൊണ്ടാണ്. ഇനി അവിടെയുള്ള ഏറ്റവും വലിയ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ധാതു സമ്പത്തുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ചൈനയ്ക്ക് വലിയ നോട്ടമുണ്ട്. അവർ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞൊരു പദ്ധതി, CPEC എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ അവിടെ ഉള്ളവർ പറയുന്നത് ഈ ചൈനക്കാർ ഇവിടെ വന്ന് ചൈനീസുകാരാണ് അവിടെ പണിയെടുക്കുന്നത്, അവിടെ ഉള്ളവർക്ക് പോലും ജോലി പോലും കൊടുക്കുന്നില്ല, ഞങ്ങളുടെ പ്രകൃതി വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്തിട്ട് പോകും, ഞങ്ങൾക്ക് ജോലി പോലും തരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്കാർ നേരെ ഈ ചൈനക്കാരെ ആക്രമിക്കുന്ന സംഗതി വരെ ഉണ്ടായി. പാകിസ്ഥാൻ ആർമിക്ക് പോലും ഈ ചൈനയിൽ നിന്ന് വന്ന ഇത്തരം സംരംഭകർക്ക് മതിയായ സംരക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും നിരോധിത സംഘടനയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ സ്വാഭാവികമായിട്ടും അവർ നിരോധിച്ചിട്ടുണ്ട്. ചൈന, ബ്രിട്ടൻ, UK ഇത്രയും രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഒരു പടി കൂടി കടന്നൊരു പരിപാടി കൂടി ചെയ്ത് ഇതിനെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അതായത് നമ്മുടെ ഒസാമ ബിൻ ലാദനോടൊക്കെ താരതമ്യപ്പെടുത്തിയാണ് ഇവർ ഈ പറയുന്നത്. അതെ. അപ്പോൾ എന്തുകൊണ്ട് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിന് പല പല മാനങ്ങളുമുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ളവർ ട്രംപുമായിട്ടുണ്ടാക്കിയ വളരെ അടുത്ത ബന്ധം, അത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയപരമായ ബന്ധമോ വ്യക്തിപരമായ ബന്ധമോ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കാം. കൂടാതെ അവർ ട്രംപിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഇവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത്. വാസ്തവത്തിൽ ഇവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കൊരു അടി കൊടുക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നിയമം. കാര്യം ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഇന്ത്യയാണെന്നാണല്ലോ അവരുടെ വാദം. അപ്പോൾ അതിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ വാദം കുറേ കൂടി ബലപ്പെടുത്താനാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സംഗതികളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇനി ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂച്ച് എന്നിവർ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് മാത്രം അങ്ങനൊരു രാജ്യം നിലവിൽ വരില്ല. അതിനൊരു കുറേ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നിയമം 1933 മോണ്ടെവീഡിയോ കൺവെൻഷൻ, അപ്പോൾ അത് പ്രകാരം കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യം രൂപീകരിക്കപ്പെടുക? അതിന് വ്യക്തമായ ഒരു അതിർത്തി വേണം. പിന്നെ അത് തർക്കരഹിതമായിരിക്കണം. ഒരു അതിർത്തി ഉണ്ടാകണം, അത് തർക്കരഹിതമായിരിക്കണം. പിന്നെ അവിടെ സ്ഥിരമായ ഒരു ജനസംഖ്യ ഉണ്ടാകണം. പിന്നെ ഫലപ്രദമായ ഒരു ഭരണകൂടം ഉണ്ടാകണം. പിന്നെ മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശേഷി അവർക്കുണ്ടാകണം. ഇതാണ് പ്രാഥമികമായിട്ട് വേണ്ടത്. ഇനി പ്രദേശത്തെ ഭരണകൂടമോ ജനങ്ങളോ മാതൃരാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെയാണെങ്കിലും അവർക്ക് ഈ രീതിയിൽ അംഗീകാരം കിട്ടാം. പക്ഷേ ഇനി മറ്റൊരു മാർഗം ഹിതപരിശോധന നടക്കുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികളുടെ നിയന്ത്രണത്തിലോ നിരീക്ഷണത്തിലോ
ഹിതപരിശോധന നടത്തിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായ രാജ്യം രൂപീകരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ മറ്റ് രാജ്യവുമായിട്ട് ചേർന്ന് നിൽക്കണോ വേണ്ട, അങ്ങനെ യെസ് ഓർ നോ ഓപ്ഷൻ. ഇപ്പോൾ പാക് അധീന കശ്മീരിലടക്കം അത് വേണം എന്നൊക്കെയാണ്, ക്ഷമിക്കണം, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കശ്മീരിലടക്കം അത് വേണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇനി ഇപ്പോൾ ഈ തരത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ആ രാജ്യത്തിന് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണം എന്നൊരു നിർബന്ധം കൂടിയുണ്ട്. അത് വേണോ വേണ്ടോ എന്നുള്ളത് മറ്റൊരു ഓപ്ഷൻ. അത് ഒന്നെങ്കിൽ അതിനെ നയതന്ത്രപരമായി അംഗീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഓഫ് ബലൂജിനെ ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് വെക്കുക. എന്നിട്ട് അത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ഉഭയകക്ഷികൾ അംഗീകാരം കൊടുത്തിട്ട് പരസ്പരം നയതന്ത്ര കാര്യാലയം വരെ ആരംഭിക്കേണ്ടി വരും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ നമ്മൾ പൂർണ്ണമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല, പക്ഷേ അവരുടെ ഒരു കോൺസുലേറ്റ് ഇവിടെ പ്രവർത്തിക്കാൻ നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇനി ആ രീതിയിൽ ബന്ധം മെച്ചപ്പെടുന്ന സമയത്തായിരിക്കും അവരുടെ അംബാസഡർമാരടക്കം ഇങ്ങോട്ട് വന്നിട്ട് പൂർണ്ണതോതിൽ ഒരു എംബസി രൂപത്തിലൊക്കെ വരിക. ഇനി ഇതും കഴിഞ്ഞിട്ട് ഇനിയും സംഗതികളുണ്ട്. ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണം. ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുമ്പോൾ വെറുതെ അംഗീകരിച്ചാൽ പോരാ, അവിടുത്തെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഉണ്ടല്ലോ, 15 അംഗ രക്ഷാസമിതിയിൽ 9 പേരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കണം. പിന്തുണച്ചാൽ മാത്രം പോരാ, അവിടുത്തെ സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങളുണ്ട്. അമേരിക്ക, ചൈന, റഷ്യ, അതേപോലെയുള്ള വൻശക്തി രാജ്യങ്ങൾ. അവരാരും ഇതിനെ വീറ്റോ ചെയ്യാൻ പാടില്ല. അതാണ് നിയമം. ഇപ്പോൾ അതങ്ങനെ ഉള്ളത് കൊണ്ടാണ് തായ്വാൻ ഇപ്പോഴും അവർക്ക് രാജ്യപദവി കിട്ടാത്തത്. തായ്വാനിൽ സ്വതന്ത്രമായ ഒരു ഭരണകൂടവും അവരുടെ ഭരണഘടനയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ചൈന തായ്വാനെ അംഗീകരിക്കുന്നില്ല, അവരുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ തായ്വാൻ ഈ ആവശ്യം കൊണ്ട് UN ചെല്ലുമ്പോൾ ചൈന അത് വീറ്റോ ചെയ്യും. അതുകൊണ്ടാണ് തായ്വാൻ ഇപ്പോഴും അംഗീകരിക്കപ്പെടാതെ നിൽക്കുന്നത്. ഈ 2011 നമ്മുടെ സുഡാൻ, ദക്ഷിണ സുഡാൻ ഇതേപോലെ ഹിതപരിശോധന നടത്തിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം ഒരു രാജ്യം വേണോ വേണ്ടയോ, ഹിതപരിശോധന നടത്തി അങ്ങനെ രൂപീകരിച്ചിട്ട് ചരിത്രമുണ്ട്. ഇനി വേറെ രീതി കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതി ആ ഒരു പ്രോട്ടോക്കോൾ കഴിഞ്ഞാലും പിന്നെ അവിടെ മൊത്തം അംഗങ്ങൾ 193 അംഗങ്ങൾ ഉള്ള ജനറൽ അസംബ്ലിയിൽ ഒരു വോട്ടെടുപ്പ് നടക്കും. ആ വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തിൽ രാജ്യങ്ങൾ ഈ പുതിയ രാജ്യത്തെ അംഗീകരിക്കുക വേണം. അപ്പോൾ ഇത്തരം നടപടിക്രമങ്ങളും കടമ്പുകളും ഒക്കെ കടന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന് ഈ പറയുന്ന പോലെ ഒരു രാജ്യത്തിൻ്റെ പദവിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ പ്രഖ്യാപിച്ച് അവർ രാജ്യമായിട്ട് അംഗീകരിച്ചാൽ തന്നെയും ആ രാജ്യത്തിൻ്റെ പാകിസ്ഥാൻ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല. കാര്യം മറ്റ് ഈ വൻശക്തി രാജ്യങ്ങളൊക്കെ അതിന് അനുകൂലമായി നിലപാടെടുത്ത പാകിസ്ഥാൻ്റെ എതിർപ്പൊക്കെ നിഷ്ഫലമായി പോകും. പക്ഷേ ഇതൊന്നുമല്ല. ഒരു രാജ്യം ഈ രീതിയിൽ രൂപീകരിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഈ ബാലാരിഷ്ടത എന്ന് പറയുന്നുണ്ടാകുമല്ലോ, അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയമായ ക്യാപ്പബിലിറ്റിയും കൂടി അത് വേണം. ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു രാജ്യമായി മാറിയപ്പോഴും ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ഇവിടെ അപ്പോഴും കുറേ നാട്ടുരാജ്യങ്ങളും ഒക്കെ ശിഥിലമായി നിന്നിരുന്നു. പക്ഷെ അതെല്ലാം ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള വിൽ പവർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ രൂപീകരിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് അതെല്ലാം തന്നെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവർ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തി ഈ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയാലും അതിനിടയിൽ കയ്യൂക്കൊള്ളവും കാര്യക്കാരനാകും. ചില വിഘടനവാദി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇതിനോട് വേർതിരിഞ്ഞിരിക്കുന്ന മറ്റുള്ളവരോ അവരവരുടേതായ രീതിയിൽ പിടിച്ചടക്കലും ഒക്കെ ആയിട്ട് പോകും. അങ്ങനെ ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ നിരവധി സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഒരുപക്ഷെ ഭാവിയിൽ പ്രതീക്ഷിക്കാം ബലൂചിസ്ഥാൻ ഈ പറയുന്ന രീതിയിൽ ഒരു രാജ്യമായി മാറിയേക്കാം. അതിൻ്റെ പ്രാരംഭ നടപടികളാണ് ഈ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ നമുക്ക് ഔദ്യോഗികമായിട്ട് അതിനെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല.